ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കിന്ന് എല്ലാവർക്കും പരിചിതമായ ഒരു കാര്യമാണ് എനർജി ഡ്രിങ്ക് എന്ന് പറയുന്നത്. നമുക്ക് പല തരത്തിലുള്ള കമ്പനികളുടെ എനർജി ഡ്രിങ്കുകളുണ്ട്. അത് ഏറ്റവും ഫേമസ് ആയിട്ടോ അല്ലെങ്കിൽ വേൾഡിലെ നമ്പർ 1 എനർജി ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് റെഡ് ബുൾ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ എന്നാൽ റെഡ് ബുൾ എന്ന എനർജി ഡ്രിങ്ക് പോലെ തന്നെ അല്ലെങ്കിൽ അതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി മറ്റ് ചില കമ്പനികൾ കൂടി എനർജി ഡ്രിങ്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫേമസ് ആയിട്ടുള്ള മറ്റൊരു എനർജി ഡ്രിങ്കിൻ്റെ റിവ്യൂ ആണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന മോൺസ്റ്റർ എന്ന് പറഞ്ഞ ഈ എനർജി ഡ്രിങ്കിൻ്റെ ബെനിഫിറ്റ്, അതോടൊപ്പം തന്നെ ഇതിൻ്റെ ദോഷം, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമ്മളിന്ന് പങ്കുവെക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അത് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം, ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ റൈറ്റ്. അപ്പോൾ ഇതുവരെയും നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ കാണുന്നത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ആണെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ റൈറ്റ് നൗ. അപ്പോൾ ഇവിടെ നമ്മൾ മോൺസ്റ്റർ എന്ന എനർജി ഡ്രിങ്ക് മേടിച്ചിട്ടുണ്ട്. സാധാരണ രീതിയിൽ റെഡ് ബുള്ളിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ റെഡ് ബുൾ എന്ന് പറഞ്ഞാൽ സാധാരണ അതിൻ്റെ ഒറിജിനൽ കണ്ടെയ്ൻ, അതിൻ്റെ ക്യാൻ എന്ന് പറഞ്ഞാൽ 280 ml കണ്ടെയ്നാണ് അതിൻ്റെ അകത്തുള്ളത്. പക്ഷേ ആദ്യത്തെ ഒരു ബേസിക്കലി തന്നെ വ്യത്യാസം, മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം ഒരു പേര് പോലെ തന്നെ ഇവരുടെ ഇറങ്ങിയ ഒറിജിനൽ സമയത്ത് തന്നെ, അതായത് ആദ്യം ഇറങ്ങിയ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ മോൺസ്റ്റർ ഇതാണ്. ഇതിനുശേഷം പല വെറൈറ്റി അവർ ഇറക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇതാണ് ഒറിജിനൽ. ഇതിന് 500 ml ആണ് ഇതിൻ്റെ അകത്ത് ഇവർ ആദ്യം തന്നെ ഒരുക്കിയേക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഈ മോൺസ്റ്റർ എനർജി ഡ്രിങ്ക് നമുക്ക് ഗ്ലാസ്സിലൊഴിച്ച് കളർ നോക്കാം, അതിൻ്റെ രുചി നോക്കാം, മണം നോക്കാം, എല്ലാം ചെയ്യാം. അതിന് മുമ്പ് ബേസിക് ആയിട്ട് കാര്യം പറഞ്ഞാൽ എനർജി ഡ്രിങ്ക് ഉണ്ടാക്കുന്നതിൻ്റെ ബേസിക് സാധനം എന്ന് വെച്ചാൽ, ഒന്ന് ഇതിൻ്റെ ഷുഗർ കണ്ടൻ്റാണ്, രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ടൊറൈൻ എന്ന് പറഞ്ഞ കണ്ടൻ്റാണ്, മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ കഫീൻ എന്ന കണ്ടൻ്റാണ്. പിന്നെ അതുകൂടാതെ കുറച്ച് വൈറ്റമിൻസ് ആണ്, B1, B2, B6 എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് വൈറ്റമിൻസും ഉണ്ടാവും. അത് കൂടാതെ പിന്നെ ഓരോ എനർജി ഡ്രിങ്കിനും അതിൻ്റേതായ ഫ്ലേവറോ കാര്യങ്ങൾ ആഡ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ കൂടിയിട്ടാണ് ഈ സാധനം ബേസിക്കലി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എല്ലാ ഡീറ്റെയിൽസും ഇവർ എഴുതിയിട്ടുണ്ട്. ഞാൻ എന്തായാലും നിങ്ങളെ അത് കാണിച്ചു തരാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗ്ലാസ്സിലേക്ക് നല്ല ട്രാൻസ്പെറൻ്റ് ആയി ഈ ഗ്ലാസ് എടുത്തിട്ടാണ് എടുത്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയാണ്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ സൈഡിൽ നിന്ന് ഒഴിച്ച് നോക്കാം. അപ്പോൾ ഈ ഒഴിച്ച് നമുക്ക് ഈ കളർ കാണുന്നതാണ്. ഈ കളർ വളരെ വ്യത്യസ്തമായ ഒരു കളറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം റെഡ് ബുള്ളിനെ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ റെഡ് ബുള്ളിന് ഇച്ചിരി ലൈറ്റ് ആയിട്ടുള്ള കളറാണെന്ന് പറഞ്ഞാൽ ഒരു എന്താണ് പറയുന്നത്, ഒരു നമ്മുടെ ബിയറിൻ്റെയൊക്കെ ലൈറ്റ് ബിയറിൻ്റെയൊക്കെ കളറാണ് നോക്കാം. പക്ഷേ ഇതിന് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലൈറ്റ് ബിയർ എന്ന് പറയാൻ പറ്റില്ല, ഇച്ചിരി ഹാർഡായിട്ടുള്ള ഇച്ചിരി ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു കളറായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതാണ് ഈ പറഞ്ഞ മോൺസ്റ്റർ എന്ന് പറഞ്ഞ എനർജി ഡ്രിങ്കിൻ്റെ കളർ. അപ്പോൾ ഇനി നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. അതിന് മുമ്പ് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ ഒരു വീഡിയോ നമ്മൾ റെഡ് ബുള്ളിൻ്റെ കാര്യം പറഞ്ഞു. റെഡ് ബുള്ളിൻ്റെ അകത്തും ഒരു ടോണിക്കിന് നമുക്കറിയാം, കുട്ടികളുടെയൊക്കെ അല്ലെങ്കിൽ മുതിർന്നവരുടെയൊക്കെ ടോണിക്കിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഒരു ടേസ്റ്റിൻ്റെ ഫീലാണ് ഇതിനും എനിക്ക് സ്മെല്ലടിച്ചപ്പോൾ തന്നെ തോന്നുന്നു. അപ്പോൾ ഇനി നമുക്കിത് കുടിച്ച് നോക്കാം. ഓക്കെ, കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പക്ക ടോണിക്കിൻ്റെ ടേസ്റ്റാണ്. ഹെവി മധുരമാണ്. ഓക്കെ, നല്ല സ്വീറ്റുമാണ്. ഓക്കെ, അപ്പോൾ ടോണിക്കിൻ്റെ ആ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഫ്ലേവർ ഇഷ്ടപ്പെടും. അതാണ് ഇതിൻ്റെ ബേസിക്കുള്ള കാര്യം എന്ന് വെച്ചാൽ. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഈ സാധാരണ ആൾക്കാർ കഴിക്കുന്ന ജസ്റ്റ് ജ്യൂസ് കുടിക്കുക എന്നൊരു പർപ്പസ് കൊണ്ടല്ല. പകരം ഇത് കുടിക്കുന്നത് ഹെവി എനർജി കിട്ടാൻ വേണ്ടിയാണ്. അതിനുള്ള പ്രോഡക്റ്റ് എല്ലാം ഇതിൻ്റെ അകത്ത്, അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻ്റ് എല്ലാം ഇതിൻ്റെ അടുത്ത് ഉണ്ട് എന്നർത്ഥം. ഞാൻ നേരത്തെ മറ്റ് റെഡ് ബുള്ളിൻ്റെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഹെവി ആയിട്ടുള്ള കണ്ടൻറ് ഉണ്ട്. അത് പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ ഷുഗർ കണ്ടൻറ്റ്, ബാക്കിയുള്ള ടൊറൈൻ കണ്ടൻറ്റ്, കഫീൻ കണ്ടൻറ്റ് എല്ലാം കൂടി ഉള്ളതുകൊണ്ട് ഹെവി ആയിട്ടുള്ള എനർജി നൽകും, വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അതായത് നമ്മൾ ടയേർഡായിട്ടിരിക്കുന്ന സമയത്ത് ഇത് ഫുള്ളൊന്നും കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം ഇത്ര ഒരു ഗ്ലാസ് ഒന്ന് കുടിച്ചു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ക്ലാസ് തീർച്ചു കഴിഞ്ഞാൽ അടുത്തൊരു 3-4 മണിക്കൂർ നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറഞ്ഞാൽ ഹോഴ്സ് പവർ പോലെ ആയിരിക്കും. നമ്മൾ എത്ര ടയർഡാണെങ്കിലും അത് മാറി ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു എനർജി നമുക്ക് കിട്ടും. അതിനാണ് ഈ കണ്ടൻറ്റൊക്കെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളിപ്പോൾ ഇതിൻ്റെ ആ ഒരു കളർ കണ്ടു കാണുമല്ലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇച്ചിരി ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു ബിയറിൻ്റെ ആ രീതി എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഈ ഒരു ടേസ്റ്റ് ഇത് ഒറിജിനൽ ആയിട്ടുള്ള മോൺസ്റ്ററിൻ്റെ ടേസ്റ്റാണ്. കിട്ടില്ല, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ
ഞാൻ പറഞ്ഞ ഇത് ഷുഗർ കണ്ടൻറ്റ് ഹൈകളാണ്. അതൊരു ഷുഗർ പേഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അവർ പ്രമേഹമുള്ളവരൊന്നും ഇത് ഉപയോഗിക്കാൻ പാടില്ല. കാരണം അവർക്ക് നമുക്കറിയാമല്ലോ ഷുഗറിൻ്റെ കണ്ടന്റ് ഇത് ഹെവി ഷുഗറാണ്. അതായത് ഈ ഹെവി ഷുഗറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മാത്രമേ ശരിക്ക് ഈ പറഞ്ഞ പോലെ എനർജി കൂട്ടി എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ ഡീറ്റെയിൽസ് കൂടെ പറയുന്നുണ്ടാവും. ഞാൻ ഇതിന് ആ ബോട്ടിൽ ഒരു അല്പം കൂടി നിങ്ങളെ അടുപ്പിച്ച് കാണിച്ചിട്ടാ. ഇതാണ് ബോട്ടിൽ. ഇതിന് ബേസിക് ആയിട്ടുള്ള കാര്യം ഒരു എഴുതിയിട്ടുണ്ട്, മോൺസ്റ്റർ എനർജി എന്നുള്ളത്. അതായത് എനർജി ഡ്രിങ്ക് എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ്റ് കാര്യങ്ങളൊക്കെ ഇവർ ഇവിടെ എഴുതി ഡീറ്റെയിൽ ആയിട്ട് വളരെ ചെറുതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ബേസിക്കലി എഴുതിയിരിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് എനർജി ഡ്രിങ്ക് ആണ് അത്. അതിൻ്റെ അകത്ത് ടൊറൈൻ അടങ്ങിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ കഫീൻ അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻസ് ആൻഡ് ഷുഗർ ആൻഡ് സ്വീറ്റ്നർ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ അത് ബേസിക് കണ്ടന്റിൽ ടൊറൈൻ ഓരോന്നിൻ്റെ അളവും പ്രത്യേകം പറയുന്നുണ്ട്. ഇവിടെ ടൊറൈൻ്റെ അളവ് എന്ന് വെച്ചാൽ 0.4% ടൊറൈൻ്റെ അളവ് ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ കഫീൻ്റെ അളവ് നമുക്ക് ടൊറൈനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ 0.03% മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. ഇതിൻ്റെ അകത്ത് ടൊറൈൻ്റെ അളവ് എന്ന് വെച്ചാൽ 0.4 ആണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഉള്ളത് വൈറ്റമിൻ B3, B6, B2, B12 അതോടൊപ്പം തന്നെ സ്വീറ്റ്നർ. ഞാൻ നേരത്തെ പറഞ്ഞ സ്വീറ്റ്നർ. പിന്നെ ഇതിൻ്റെ കണ്ടന്റ് അത് എഴുതിയിരിക്കുന്നത് 2 കണ്ടന്റ് നാച്ചുറൽ കണ്ടന്റ് ഉണ്ട്. ഒന്ന് ഇവർ പറയുന്നത് ജിൻസൺ റൂട്ട് എന്ന് പറയും. ജിൻസൺ റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഉത്തേജകമായിട്ടുള്ള ഒരു ചെടിയാണ്. ഏകദേശം നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഏകദേശം നമ്മുടെ ശതാവരി കിഴങ്ങുണ്ടല്ലോ ആ മോഡലൊക്കെ ഇരിക്കുന്ന ഒരു കിഴങ്ങാണിത്. സാധാരണ അത് കാണുന്നത് കൊറിയ അതോടൊപ്പം തന്നെ ചൈന ഏരിയയിലൊക്കെയാണ് സാധാരണ കാണുന്നത്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒറിജിനൽ കണ്ടന്റ് വെച്ചാൽ ഗുറാണ എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ് ഉണ്ട്. അതെന്ന് വെച്ചാൽ ചെറിയ കാപ്പിക്കുരു ഒക്കെ ഉണ്ടല്ലോ അതുപോലുള്ള ആ ഒരു കുരുവാണ്. അതിൻ്റെ സീഡിൻ്റെ എക്സ്ട്രാക്റ്റോട് ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ളതാണ് പറഞ്ഞത്. അത് രണ്ടുമാണ് നാച്ചുറൽ ആയിട്ടുള്ള. ബാക്കിയെല്ലാം ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ചേർക്കുന്നത്. പിന്നെ ഓരോ കണ്ടന്റിനകത്തും എത്ര ഡീറ്റെയിൽസ് സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് എനർജി ലെവൽ നോക്കുകയാണെങ്കിൽ 100 ml എനർജി ലെവൽ നോക്കുകയാണെങ്കിൽ 201 എനർജി ഉണ്ട്. അതായത് നേരത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ റെഡ് ബുള്ളിൻ്റെ അകത്തുള്ള എനർജി എന്ന് പറഞ്ഞാൽ 195 ആണ്. അതായത് 100 ml അകത്ത് 195 എനർജി ഉണ്ടെങ്കിൽ അളവുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് മോൺസ്റ്ററിൻ്റെ അകത്ത് 201 എനർജി ഉണ്ടെന്ന് അർത്ഥം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത് 500 ml ബോട്ടിലാണ്. അപ്പോൾ 500 ml ബോട്ടിലിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 1006 എനർജി ഉണ്ടാവും. 1006 കാലറി അത്രത്തോളം എനർജി ഉണ്ടാവും. അത്രയും ടോപ്പാണ്. ഇത് 200 ml അകത്തും 500 ml അകത്തുള്ള ഹെവി വ്യത്യാസമാണ് ഇതിൻ്റെ അത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇവരിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. ഹൈ കഫൈൻ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നോട്ട് റെക്കമെൻഡഡ് ഫോർ ദ ചിൽഡ്രൻ, പ്രഗ്നൻറ്റ് വുമൺ, അതുപോലെ ബ്രസ്റ്റ് ഫീഡിങ് വുമൺ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഡീറ്റെയിൽസിൽ എഴുതിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ റെഡ് ബുള്ളിനെ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് 2 ഇൻഗ്രീഡിയൻറ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ അത് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളർ അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്വീറ്റ്നർ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം ചേർത്തിട്ടാണ് അവർ ഈ കളറ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. റെഡ് ബുള്ളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർ അതേപോലെ വരാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്തതെന്ന് വെച്ചാൽ കളർ തന്നെ ചെറിയൊരു വേരിയേഷൻ വരുത്തി നാച്ചുറലായിട്ട് 2 ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 6-7 എനർജിയുടെ അതായത് അങ്ങനെ ആ കാലറിയുടെ വ്യത്യാസത്തിൽ അവർ ഇതിനെ ഒരല്പം കൂടെ കൂട്ടിയിട്ടുണ്ടോ. മറ്റേ അത് 250 ml അത് 195 എനർജിയാണ് ഉള്ളതെങ്കിൽ ഇതിനകത്ത് 205 ആണുള്ളത്. സോ അപ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാക്കാം. ഒരു 4-5 പോയിന്റിന് വ്യത്യാസമല്ല, അത് ഹെവി എനർജിയാണ്. ഇത് കഴിച്ചിട്ടുള്ളവർക്ക് വ്യക്തമായിട്ട് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഹാങ് ഓവർ ഒക്കെ ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മളിത് എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ സംഭവം ഗംഭീരമായിരിക്കും. ഒരു വ്യത്യാസം. കാരണം ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്, റെഡ് ബുൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വേരിയേഷൻ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. പിന്നെ മറ്റൊരു വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇത് അത്രയും ലഭ്യമാണ്. സത്യം പറഞ്ഞാൽ ഒരല്പം ക്യാഷ് കൂടുതലാണെന്ന് തോന്നുന്നു. നമുക്ക് വേണമെങ്കിൽ സാധാരണ ആൾക്കാർ പറയുന്ന ഒരു സോഡാരങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഹാങ് ഓവർ പോകുന്നൊക്കെ പറയല്ലേ. അപ്പോൾ അതിന് എത്ര 20 രൂപ, 15 രൂപ, 25 രൂപ ആ റേഞ്ചിലേ വരുന്നുള്ളൂ. ഇതിനെ സംബന്ധിച്ചിടത്തോളം പൈസ വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു 200 രൂപയ്ക്ക് അടുത്തേണ്ടി വരുന്നുണ്ട്. റെഡ് ബുള്ളിനാണെങ്കിലും ഏകദേശം എനിക്ക് തോന്നുന്നു 165 രൂപയോ സംതിങ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പം നാട്ടിലുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നത് വളരെ ചുരുക്കമാണെന്ന് എനിക്ക് പറയാം. പക്ഷേ ഇന്നത്തെ യങ്സ്റ്റേഴ്സ് ഇത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് നമുക്ക് അഫോർഡബിൾ ചെയ്യുക വളരെ സിമ്പിളാണ്. അതോടൊപ്പം തന്നെ അതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ ഇത് കൂടുതൽ പോപ്പുലർ ആയിരിക്കുന്നത്. അവിടെയുള്ള മലയാളികൾ ഇത് ഉപയോഗിക്കുന്നവരുണ്ട്. എന്നാലും ബേസിക് പറയുവാണെങ്കിൽ ഇത് ഭയങ്കര നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണെന്ന് പറയാൻ പറ്റില്ല ശരീരത്തിന്. അതോടൊപ്പം തന്നെ മോശമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അതും പറയാൻ പറ്റില്ല. കാരണം നമുക്ക് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ മദ്യം നമുക്ക് ശരീരത്തിന് നല്ലതാണോ?
പക്ഷെ നമ്മളെല്ലാം കഴിക്കുന്നില്ലേ. മോശമാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മോശമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരൊറ്റ കാര്യം ഇവർ പറയുന്നുണ്ട്, ഇതിന് ഹൈ കഫീൻ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഹൈ ടൊറൈനൊക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ബേസിക്കലി കുട്ടികളും അതോടൊപ്പം തന്നെ പ്രഗ്നൻറ്റ് വുമൻസും ഇത് കഴിക്കാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നത്. കാരണം പ്രഗ്നൻറ്റ് വുമൻ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അകത്തുള്ള കുട്ടികൾക്ക് അത് എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഇത് നമുക്ക് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മൾ ആൽക്കഹോൾ കഴിച്ചാലും ഇതുപോലെ കാര്യങ്ങളെല്ലാം എഴുതുന്നുണ്ട്. പ്രഗ്നൻറ്റ് വുമൻസിനെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല ആൽക്കഹോൾ, ഏത് തരത്തിലുള്ള ആൽക്കഹോൾ ആണെങ്കിലും. അതുപോലെ തന്നെ കുട്ടികൾക്കും ആൽക്കഹോൾ കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ കിക്കില്ല. നമ്മൾ സാധാരണ ഒരു ബിയർ കഴിക്കുകയാണെങ്കിൽ കിക്ക്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്മോൾ കഴിക്കുകയാണെങ്കിൽ കിക്ക്, തലയ്ക്ക് കിക്ക് ഉണ്ടാവും. അങ്ങനെ കിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. പകരം നമുക്ക് എനർജി നൽകാനായിട്ട് സാധിക്കുന്ന ഒന്നാണത്. ഈയിടെ ഞാൻ ഈ നാട്ടിൽ ഇതൊന്നും മേടിച്ചത്, ഇത് മേടിച്ചു. അതോടൊപ്പം നമ്മുടെ റെഡ് ബുള്ളും ഒക്കെ ഇടയ്ക്ക് മുട്ടും, എപ്പോഴും ഇല്ല ഇടയ്ക്ക് മുട്ടും, നല്ല ടയർഡൊക്കെ ആവുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് മേടിച്ചു. എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് നേരിട്ട് പറഞ്ഞു, റെഡ് ബുള്ളിൽ എനിക്ക് തോന്നുന്നത് 160 രൂപ 170 രൂപ മറ്റുമാണ്. അതോടൊപ്പം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 200 സംതിങ് രൂപ. അപ്പോൾ ഈ പൈസ ഉണ്ടെങ്കിൽ നമുക്കൊരു ബിയർ മേടിച്ച് കഴിക്കാം, അതിന് നല്ല കിക്കെങ്കിലും കിട്ടുമെന്ന് എന്നോട് സുഹൃത്ത് പറഞ്ഞു. സോ ഇതാണ് നാട്ടിലുള്ള ചില ആൾക്കാരുടെ കമ്പയറിങ് എന്ന് പറഞ്ഞാൽ. അവർക്ക് ആ വിലയെ കമ്പയർ ചെയ്തിട്ട് ഒരു അല്പം കിക്ക് കിട്ടുക എന്നേ ഉള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആ കിക്ക് കിട്ടുക എന്നുള്ളതല്ല, പകരം ഇപ്പോൾ വേറെ കിക്കോ അല്ലെങ്കിൽ ടയർഡ്നെസ്സോ ഉണ്ടെങ്കിൽ ആ ടയർഡ്നെസ് മാറ്റാനുള്ള ഒരു സാധനമാണ് ഞാൻ കഴിച്ചത് എന്നുള്ളതാണ് സത്യാവസ്ഥ. അതാണ് അതിൻ്റെ റിയൽ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇത് നാട്ടിലുള്ള പലർക്കും അറിയത്തില്ല, പക്ഷേ വിദേശ രാജ്യങ്ങളുള്ള എല്ലാവർക്കും അറിയുകയും ചെയ്യാം. സിമ്പിളായിട്ടൊരു ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞത്, നല്ല ശരിക്ക് ഹാങ് ഓവർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, മദ്യമൊക്കെ അടിച്ച് ഹാങ് ഓവർ ആണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഇതിന് മൊത്തമൊന്നും കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ചെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നിങ്ങൾ അങ്ങനെ ഒരു ഹാങ് ഓവർ പ്രശ്നം ഉണ്ടെന്നേ നിങ്ങൾക്കറിയില്ല. അതല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടിരിക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരെണ്ണം കഴിച്ചാലും മതി. നിങ്ങൾ ആ ടയർഡ്നെസ് ഒന്നും അറിയില്ല. നെക്സ്റ്റ് 3 to 4 hours കാര്യമാണ് ഞാൻ പറയുന്നത്. അത്രയും വ്യത്യാസം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ എന്നാൽ ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്, ഞാൻ നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല കളറാണ്, നല്ല മധുരമാണ്, നല്ല സ്വീറ്റാന്ന് പറഞ്ഞാൽ നല്ല സ്വീറ്റാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലല്ല, അത് നല്ല നാവിലോട്ട് ഇങ്ങനെ ഇറങ്ങി കഴിയുമ്പോൾ ആ ഒരു ഫ്ലേവർ, ആ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന സാധനമാണ്. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ മോൺസ്റ്റർ എനർജി ഡ്രിങ്ക് എനിക്ക് ഇഷ്ടപ്പെടും. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ ഉപയോഗിക്കാൻ പാടില്ല, അതല്ലെങ്കിൽ സ്ത്രീകളും അവർ ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കാൻ പാടില്ല. ബാക്കി ആൾക്കാർ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മാത്രം അത് ചെയ്യുക എന്ന് കരുതി ഇത് ഭയങ്കര ശരീരത്തിന് ദോഷമോ ഇത് ഭയങ്കര ശരീരത്തിന് ഗുണമോ നൽകുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കൽ കൂടി ഓർക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് ബൈ.